നമസ്കാരം. ഞാൻ നന്ദനൻ പിള്ള. മൈ എക്സ്പെരിമെൻറ്റ്സ് ഇൻ പോലീസിൻ്റെ 41ാമത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിലൂടെ സംസാരിക്കുന്നത് മുല്ലപ്പെരിയാറിലൊരു പോലീസ് സ്റ്റേഷൻ പോലീസ് സംരക്ഷണത്തിൽ പണിയാൻ നേതൃത്വം കൊടുത്ത കറുപ്പസ്വാമിക്ക് സമർപ്പിക്കുകയാണ് ഈ വീഡിയോ. ഞാൻ അവിടെ എത്തുന്നതിന് മുമ്പ് തന്നെ മുല്ലപ്പെരിയാറിൽ ജില്ലാ കളക്ടർ ഒരു 50 സെൻറ്റ് സ്ഥലം പോലീസ് സ്റ്റേഷൻ നിർമ്മാണത്തിനായിട്ട് അനുവദിച്ചിരുന്നു. കെട്ടറിവ് അനുസരിച്ച് ഈ സ്ഥലം അനുവദിക്കുന്നതിൽ ഫോറസ്റ്റ് വകുപ്പ് അവരുടേതായ ഒരു വിയോജനം ഈ മീറ്റിങ്ങിൽ തന്നെ അറിയിച്ചിരുന്നു എന്നാണ്. അവരുടെ സ്ഥലമാണെന്നും മറ്റുമുള്ള അവകാശവാദം അവർ അറിയിച്ചിരുന്നു. പിന്നെ അവിടെ ഒരു പോലീസ് സ്റ്റേഷൻ വേണമെന്ന് എന്നോട് ചോദിച്ചാൽ എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം അവിടെ ഒരു പോലീസ് സ്റ്റേഷൻ്റെ ആവശ്യമില്ല. എന്തുകൊണ്ടാണ് പോലീസ് സ്റ്റേഷൻ വന്നതെന്ന് ചോദിച്ചാൽ അതിന് കാരണം സുപ്രീം കോടതിയിൽ അവിടുത്തെ സുരക്ഷ പര്യാപ്തമല്ല എന്ന് തമിഴ്നാട് പറഞ്ഞ സാഹചര്യത്തിലാണ്. ഇപ്പോൾ തമിഴ്നാട് ഇത് പറയുന്ന സാഹചര്യത്തിൽ അവിടെ 30 പോലീസുകാരെ ഡ്യൂട്ടിക്ക് നിയോഗിച്ചിരുന്നു. 10 പേര് പോലും അവിടെ കാണാറില്ലായിരുന്നു, എല്ലാവരും വീട്ടിലായിരുന്നു. അപ്പോൾ അതെന്തുകൊണ്ടാണ് അവിടെ പര്യാപ്തമായ ആളുകൾ ഇല്ലാത്തതെന്ന് പരിശോധിക്കാതെ യാതൊരു പഠനവും ഇല്ലാതെ 124 സ്ട്രെങ്തിൽ ഒരു DYSP 3 സർക്കിൾ ഇൻസ്പെക്ടർമാർ ഉൾപ്പെടെ ഒരു വലിയ സ്ട്രെങ്ത് തമിഴ്നാടിൻ്റെ പൈസ കിട്ടുമെന്നുള്ള പ്രതീക്ഷയിലായിരിക്കാം കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തുകൊണ്ട് ഒരു പോലീസ് സ്റ്റേഷൻ ആയിട്ട് പെട്ടെന്ന് ഉത്തരവായിട്ടുള്ളതാണ്. പെട്ടെന്ന് ഉത്തരവായി അടിയന്തരമായിട്ടൊരു ഉദ്ഘാടനമൊക്കെ നടത്തി പോലീസ് സ്റ്റേഷൻ്റെ പ്രവർത്തനം ആരംഭിച്ചിട്ടുള്ളതാണ്. എന്തായാലും നാളെ വരെ പോലീസ് സ്റ്റേഷൻ ഒരു കെട്ടിടമായിട്ടില്ല. പിന്നെ ഞാൻ വന്നതിന് ശേഷം അവിടെ ഇത്രയും പേരുടെ ആവശ്യമൊന്നുമില്ല. 80 വേക്കൻസി അധികമാണ്. അത് പൊതുഖജനാവിന് ബാധ്യതയാണെന്ന് പറഞ്ഞിട്ട് കത്തൊക്കെ കൊടുത്തെങ്കിലും നമ്മുടെ വേണ്ടപ്പെട്ടവരുടെ തലയിൽ വേണ്ട വിധത്തിൽ അത് എത്തിച്ചേർന്നിട്ടില്ല എന്ന് നമുക്ക് പറയേണ്ടി വരും. എന്തായാലും ശരി, 124 സ്ട്രെങ്തുമായിട്ട് പോവുകയാണ്. നാളെ വരെ അവിടെ അതിൻ്റെ പകുതി സ്ട്രെങ്ത് പോലും ഒരേ സമയം ജോലി ചെയ്യാനുള്ള സൗകര്യമില്ല, തങ്ങാനുള്ള സ്ഥലവുമില്ല, ഒന്നുമില്ല. എന്തായാലും അത് അങ്ങനെ ആ വഴിക്ക് തന്നെ നടന്ന് നീങ്ങിക്കൊള്ളട്ടെ. എന്തായാലും ഈ പോലീസ് സ്റ്റേഷൻ നിർമ്മാണവുമായി ബന്ധപ്പെട്ട വിഷയത്തിലേക്കാണ് നമ്മൾ സംസാരിക്കുന്നത്. അപ്പം ഈ 50 സെൻറ്റ് സ്ഥലം ഫോറസ്റ്റിൻ്റെ വിയോജിപ്പുണ്ടായിരുന്നെങ്കിലും നമുക്ക് അനുവദിച്ചു തന്നു. അതുപ്രകാരം നമ്മൾ ഗവൺമെൻറ്റിൽ ശ്രമം നടത്തിയതിൻ്റെ ഫലമായിട്ട് 1,53,58,000 രൂപ പോലീസ് സ്റ്റേഷൻ നിർമ്മാണത്തിനായിട്ട് അനുവദിച്ചു തന്നു. അതിൽ നിന്ന് 8/9/21 36 ലക്ഷം രൂപ KPHSCക്ക് കൈമാറി. ഏതാണ്ട് 2.5 വർഷത്തോളം ഈ തുക കൈവശം വെച്ചതിന് ശേഷം 31,88,800 രൂപ തിരികെ അടച്ചു. അതായത് 4,11,200 രൂപ കുറച്ചാണ് അടച്ചിട്ടുള്ളത്. അതിൽ ലേബർ ചാർജായിട്ട് അല്ലെങ്കിൽ അവരവിടെ 2 ദിവസം ചെയ്ത ജോലിക്ക് പറഞ്ഞിട്ടുള്ളത് 33,782 രൂപയാണ്. പിന്നീട് അവർ സെൻറ്റേജ് ചാർജ് എന്നും GST എന്നും പറഞ്ഞാണ് 3,77,418 രൂപ KPHSC ഈടാക്കിയിട്ടുള്ളത്. ഒരു എസ്റ്റിമേറ്റ് തയ്യാറാക്കി ഒരു സൂപ്പർവിഷനും GSTക്കുമായിട്ട് ഇത്രയും വലിയൊരു തുക KPHSC എടുക്കാമോ എന്ന കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. പിന്നെ കാട്ടിലെ തടി, തേവരുടെ ആന, വലിയടാ വലിയാണ് നമ്മുടെ സർക്കാർ സംവിധാനം. അതിൻ്റെ ഭാഗമായിട്ട് എടുത്തതാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇനി പോലീസ് സ്റ്റേഷൻ്റെ പണി എങ്ങനെ നടന്നു എന്ന് പറയാം. പോലീസ് സ്റ്റേഷൻ്റെ പണി തുടങ്ങിയ ആദ്യ സന്ദർഭത്തിൽ തന്നെ ഫോറസ്റ്റ് വകുപ്പിൽ നിന്നും വിയോജിപ്പുണ്ടായി. കറുപ്പസ്വാമിയാണ് അന്നത്തെ മേധാവി പറഞ്ഞു അവിടെ ഒരു ഇൻസ്പെക്ടറെയും 10 പോലീസുകാരെയും ഫോറസ്റ്റ് വകുപ്പ് പണി തടസ്സപ്പെടുത്താതിരിക്കാനായിട്ട് അവിടെ പ്രൊട്ടക്ഷൻ നിയോഗിക്കാനായിട്ട് എന്നോട് പറഞ്ഞു. അങ്ങനെ ഒരു ദിവസം അവിടെ പ്രൊട്ടക്ഷന്
10 പോലീസുകാരെ ഒരു സർക്കിൾ ഇൻസ്പെക്ടറുടെ നേതൃത്വത്തിൽ പ്രൊട്ടക്ഷൻ ഇട്ട് പണി നടത്തും. നമ്മൾ മനസ്സിലാക്കണം, പ്രൊട്ടക്ഷൻ ഇട്ടത് ആരാണ്? സർക്കാരിൻ്റെ പോലീസ് വകുപ്പ്. ആർക്കെതിരെയാണ്? സർക്കാരിൻ്റെ തന്നെ വനം വകുപ്പിനെതിരെ, നാട്ടുകാർക്കെതിരെ അല്ല. ഇതൊക്കെയാണ് ഇവിടെ നടക്കുന്ന തരികിടകൾ. അപ്പോൾ ഭൂമി സംബന്ധിച്ച് എന്തെങ്കിലും വിഷയം ഉണ്ടെങ്കിൽ അന്നത്തെ മുഖ്യമന്ത്രി, നവോത്ഥാന കാലത്തെ മുഖ്യമന്ത്രി, നവോത്ഥാന കാലത്തെ വനം മന്ത്രി ഇടിക്കുക ഒരു വാക്ക് പറഞ്ഞാൽ പരിഹരിക്കാവുന്ന പ്രശ്നമേ ഉള്ളൂ. ഒരു പരിഹാരവും ഉണ്ടായില്ല. മാത്രമല്ല, നമുക്കറിയാം, മുല്ലപ്പെരിയാറെന്ന് കേട്ടാൽ ചങ്ങല കെട്ടിയവരും മതിൽ കെട്ടിയവരും ഒക്കെ ഇവരെല്ലാവരും. ഇപ്പോൾ ചങ്ങലയും മതിലും ഒക്കെ ഉള്ള ഇവർ, എൻ്റെ വ്യക്തിപരമായ പോലീസ് സ്റ്റേഷൻ വേണ്ട, അത് ഞാൻ അടിവരെ ഇട്ട് പറയുകയാണ്. കാരണം അതിൽ 30 പോലീസ് സ്ട്രെങ്ത്തിന് മാത്രമേ തമിഴ്നാട് കേരളത്തിന് ഇപ്പോഴും ശമ്പളവും മറ്റു ആനുകൂല്യങ്ങളും കൊടുക്കുന്നുള്ളൂ. ഈ 124 എന്ന് പറയുന്ന DYSP 3 സർക്കിൾ ഇൻസ്പെക്ടറുള്ള ഒരു വലിയ സ്ട്രെങ്തിന് തമിഴ്നാട് ശമ്പളം കൊടുക്കുമെന്ന പ്രതീക്ഷയിലാണോ കേരളം ഇങ്ങനൊരു ജംബോ ലിസ്റ്റ് തയ്യാറാക്കിയത്, വേണ്ടത്ര പഠനമില്ലാതെ തയ്യാറാക്കിയതെന്ന് എനിക്ക് സംശയമുണ്ട്. എന്തായാലും അവർ ഒരു പൈസയും കൊടുത്തിട്ടില്ല. സംസ്ഥാനത്തിന് അതിനൊരു വലിയ ബാധ്യതയായിട്ടാണ് പോകുന്നത്. ഇതിൽ 80 സ്ട്രെങ്ത് കുറയ്ക്കണമെന്ന് കാണിച്ച് ഞാൻ തന്നെ റിപ്പോർട്ട് കൊടുത്തിരുന്നു. നമ്മുടെ മേലുള്ളവരുടെ പഠന മികവിൻ്റെയും വേണ്ടത്ര പഠനങ്ങളില്ലാതെ നടത്തുന്ന പദ്ധതികളിലേക്കും പിന്നെ പുറകോട്ട് പോകുന്നത് ചിന്തിക്കുന്നവർക്ക് ബുദ്ധിമുട്ടാണ്. ഇവർക്ക് എന്താ ഡ്യൂട്ടി എന്നൊന്ന് പറഞ്ഞാൽ മനസ്സിലാകുമായിരുന്നു. 124 പേർക്ക് മുല്ലപ്പെരിയാറിൽ എന്താണ് ഡ്യൂട്ടി? വർഷത്തിൽ 1 കേസോ 2 കേസോ എടുത്താൽ, ആദ്യമായിട്ടൊരു കേസ് എടുത്ത് തന്നെ എൻ്റെ സമയത്ത്, ഒരു പക്ഷേ ഞാനവിടെ വന്നില്ല, എന്നെ കേസ് കൊടുക്കില്ല. വേറെ കുമളിയിൽ പോലീസിൻ്റെ പടലേക്ക് ഇട്ട് കൊടുത്തേനെ. അപ്പോൾ അങ്ങനെയാണ് ആ സംവിധാനം, അങ്ങനെയാണ് പോകുന്നത്. അപ്പോൾ കറുപ്പസ്വാമി എന്നോട് ചോദിച്ചു, നിങ്ങളെന്തിനാണ് അവിടെ FIR ഒക്കെ എടുത്തത്, അങ്ങ് കുമളി കൊടുത്താൽ പോരായിരുന്നോ? അപ്പോൾ ഞാൻ പറഞ്ഞൊരു പോലീസ് സ്റ്റേഷനായി നോട്ടിഫൈ ചെയ്ത സാഹചര്യത്തിൽ FIR എടുക്കേണ്ട ബാധ്യതയുണ്ട്, അതുകൊണ്ട് എടുത്താണെന്ന് പറഞ്ഞ് ഇത് ചെയ്തു. അങ്ങനെ 2 ദിവസം പ്രൊട്ടക്ഷൻ ഇട്ട് പോലീസ് അവിടെ ജോലി ചെയ്തു. അത്യാവശ്യം അവിടുത്തെ മണ്ണൊക്കെ നിരപ്പാക്കുന്ന ഒരു പണികളൊക്കെ JCB വെച്ചുള്ള പ്രവർത്തനമാണ് നടന്നത്. 3-ൻ്റെ അന്ന് പ്രവർത്തനം ഉച്ചയോടുകൂടി സ്റ്റോപ്പ് ചെയ്തു. അതായത് ഫോറസ്റ്റ് വകുപ്പ് അവരുടെ സ്വാധീനം ഉപയോഗിച്ച് കളക്ട്രേറ്റിൽ, എനിക്ക് തോന്നുന്നു കളക്ടറെയും കൊണ്ട് ഇടപെടിയിച്ചിട്ട് പണി നിർത്തിവെക്കാനായിട്ട് പറഞ്ഞു. പണി നിർത്തിവെക്കാൻ പ്രാരംഭത്തിൽ തന്നെ ഇവർ ചില പരാതികളായിട്ട് വന്നിരുന്നു. ഒരു ദിവസത്തെ പണി ഞാൻ തന്നെ നിർത്തിവെച്ചിരുന്നു. കാരണം ഇവർ വന്ന് ഞങ്ങളുടെ സ്ഥലമാണെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, അപ്പോൾ നിങ്ങളാണ് രേഖ ഹാജരാക്കാൻ പറഞ്ഞു. അപ്പോൾ രേഖകൾ ഹാജരാക്കാൻ 1 ദിവസം സമയം വേണമെന്ന് പറഞ്ഞു. അവർ 1 ദിവസം സമയം കൊടുത്തു. രേഖകൾ ഹാജരാക്കിയതിൽ കളക്ടറുടെ ഉത്തരവിന് ശേഷം, നമുക്കത് അലോട്ട് ചെയ്ത് തന്നതിന് ശേഷം മറ്റു ഉത്തരവുകളൊന്നും ഇല്ലാത്തതിനാൽ തുടർന്ന് പണി നടത്താൻ, പ്രൊട്ടക്ഷനിൽ തന്നെ പണി നടത്താനായിട്ട് തീരുമാനിച്ചു. കാരണം പോലീസ് അവിടെ ഇല്ലെങ്കിൽ ഫോറസ്റ്റുകാർ വന്ന് പണി തടസ്സപ്പെടുത്തും. അപ്പോൾ അത് ഒഴിവാക്കാനാണ് പോലീസ് പ്രൊട്ടക്ഷനിൽ പണി നടത്തിയത്. നമ്മൾ മനസ്സിലാക്കേണ്ട, ഒരു സർക്കാർ സംവിധാനത്തിനെതിരെ മറ്റൊരു സർക്കാർ സംവിധാനം പ്രൊട്ടക്ഷൻ ഡ്യൂട്ടിക്ക് ആളെ ഇടുന്നു എന്നുള്ളതാണ്. 2 പേര് തമ്മിൽ, 2 മന്ത്രിമാർ തമ്മിൽ ഓരോ വാക്ക് സംസാരിച്ചാൽ തീരുന്ന പ്രശ്നമാണ്. അപ്പോൾ എന്തായാലും ശരി, ഈ ഇത്രയും തുക, അത് ഈ പറയുന്ന 36 ലക്ഷം രൂപ നമ്മുടെ KPHC 2.5 വർഷത്തോളം കൈവശം വെച്ചിട്ട് തിരിച്ചു കൊടുത്തിട്ടുള്ളത് 22/2/24 ഇത്രയും പൈസ ബാങ്കിലിട്ടാൽ എത്ര രൂപ പലിശ കിട്ടുമെന്നുകൂടെ നമ്മൾ ആലോചിച്ചോണം. സർക്കാർ പൈസയുടെ നല്ല രീതിയിലുള്ള മാനേജ്മെൻറ്റ് ആയിട്ട് ഇതിനെ നമുക്ക് കാണാം. എന്തായാലും ഈ വിഷയം സംബന്ധിച്ച് ഞാനും കറുപ്പസ്വാമിയും കൂടെ അത്ര സുഖത്തിലല്ലായിരുന്നു. കാരണം പോലീസ് പ്രൊട്ടക്ഷനായിട്ട് പണി ചെയ്യുന്നതിനോട് എനിക്ക് വലിയ യോജിപ്പില്ലായിരുന്നു. 1 ദിവസം പണി നിർത്തിവെച്ചതിന് പുള്ളി എൻ്റെ തോളെ കയറാൻ വന്നു. അപ്പം ഞാൻ പുള്ളിയോട് പറഞ്ഞു, 1 ദിവസം പണി നിർത്തിവെച്ചിട്ടില്ല, എൻ്റെ പൂർണ്ണ ഉത്തരവാദിത്തത്തിലാണെന്ന് പറഞ്ഞു. എന്തായാലും പിറ്റേ ദിവസം പുള്ളിക്ക് അത് ബോധ്യപ്പെട്ടു. കളക്ടർ ഇടപെട്ട് പണി പോലീസ് സ്റ്റേഷൻ്റെ പൂർണ്ണമായിട്ട് നിർത്തി. ഇനി ഇതിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് ആലപ്പുഴ ജില്ലയിലെ കുടിവെള്ള പ്രശ്നം പോലെയാണ് മുല്ലപ്പെരിയാറിലെ പോലീസ് സ്റ്റേഷൻ്റെ സ്ഥലത്തിൻ്റെയും വിഷയം. ആലപ്പുഴ ജില്ലയിൽ മൊത്തം വെള്ളമാണ്, പ്രത്യേകിച്ചും കുട്ടനാട് പ്രദേശങ്ങളിൽ. പക്ഷെ കുടിക്കാൻ ഒരു തുള്ളി വെള്ളവുമില്ല. മുല്ലപ്പെരിയാറിലെ സ്ഥിതി വ്യത്യസ്തമല്ല. മൊത്തം സർക്കാർ ഭൂമിയാണ്, സ്വകാര്യ ഭൂമിയില്ല. മൊത്തം സർക്കാർ ഭൂമിയാണ്. അത് ഫോറസ്റ്റ് ഭൂമിയാണ്, അല്ല മറ്റേ ഭൂമി സർക്കാർ ഭൂമിയാണ്, സർക്കാർ പാട്ടത്തിന് കൊടുത്ത സ്ഥലങ്ങളാണ്. പക്ഷേ പോലീസ് സ്റ്റേഷൻ നിർമ്മിക്കാനായിട്ട് സ്ഥലം കണ്ടെടുത്ത് തരാനായിട്ട് റവന്യൂ വകുപ്പിന് കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ടാണ് ഈ സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുള്ളത്. ഇനി മുല്ലപ്പെരിയാർ കിടക്കുന്നതും പോലീസ് സ്റ്റേഷൻ പണിയുന്ന സ്ഥലമായിട്ടും
11 കിലോമീറ്റർ അകലമുണ്ട്. മുല്ലപ്പെരിയാർ കിടക്കുന്ന സ്ഥലത്ത് നിന്ന് ഇനിയൊരു പോലീസ് സ്റ്റേഷൻ പണിയണമെങ്കിലും 11 കിലോമീറ്ററിന് അകത്തൊരു കെട്ടിടം പണിയാൻ പറ്റത്തില്ല. പിന്നെ എന്തിനാണ് ഇങ്ങനെയൊരു പോലീസ് സ്റ്റേഷൻ? എന്തിനാണ് ഇങ്ങനെ ഒരു സർക്കാർ വകുപ്പിനെതിരെ മറ്റൊരു സർക്കാർ വകുപ്പ് ഫോഴ്സിബിളായിട്ട് ഒരു പോലീസ് സ്റ്റേഷൻ നിർമ്മാണ നടപടിയിലേക്ക് കടന്നത് എന്ന ചോദ്യമാണ് എനിക്ക് ഈ കറുപ്പസ്വാമിയോട് ചോദിക്കാനുള്ളത്. ഏതായാലും ആ പൈസ ഒരു ദിവസം മുമ്പേ എടുത്ത് അവിടുത്തെ സ്ട്രെങ്ത് വേണ്ടത്ര പഠന വിധേയമാക്കി പോലീസ് സ്റ്റേഷൻ വേണോ എന്ന് തന്നെ ആദ്യം പരിശോധിക്കേണ്ടതാണ്. പോലീസ് സ്റ്റേഷൻ വേണമെങ്കിൽ ആ പോലീസ് സ്റ്റേഷൻ്റെ അടുത്ത് ആയിരിക്കണം പോലീസ് സ്റ്റേഷൻ വരുന്ന അതിൻ്റെ സ്ഥലവുമായി ബന്ധപ്പെട്ട്. കാരണം ഈ പോലീസ് സ്റ്റേഷൻ പണിയുന്ന കെട്ടിടം നിൽക്കുന്ന സ്ഥലത്തൊരു പോലീസുകാർ തമ്മിൽ അടിച്ചാൽ മുല്ലപ്പെരിയാർ പോലീസ് സ്റ്റേഷൻ്റെ വള്ളക്കടവിലോ മറ്റോ എവിടെയെങ്കിലും ഒരു പോലീസ് സ്റ്റേഷൻ കെട്ടിടം പണിഞ്ഞാൽ ആ പോലീസ് സ്റ്റേഷൻ നിൽക്കുന്ന സ്ഥലത്ത് 2 പോലീസുകാർ തമ്മിൽ അടിച്ചാൽ അതിൻ്റെ കേസെടുക്കുന്ന കുമളി പോലീസ് സ്റ്റേഷനിലായിരിക്കണം. കാരണം ജൂറിസ്ഡിക്ഷൻ ഇല്ല. മുല്ലപ്പെരിയാർ എന്ന് പറയുന്നത് ഒരു ഇട്ടാവട്ടത്തുള്ള സ്ഥലത്താണ്. ഡാമിലെ ക്യാച്ച്മെൻറ്റ് ഏരിയ ഒക്കെ ഉൾപ്പെടുന്ന ഒരു ഭൂപ്രദേശം, ഒരു ചെറിയ ഭൂപ്രദേശമാണ്. അവിടെ ക്രൈമിനൊന്നും യാതൊരു സാധ്യതകളും വളരെ കുറവാണ്. അപ്പം അങ്ങനെയുള്ള ഒരു സ്ഥലത്തെ നിന്നും 12 കിലോമീറ്ററിനകത്ത് ഉള്ള ഭൂപ്രദേശം ഏകദേശം പെരിയാർ ടൈഗർ റിസർവാണ്. അപ്പോൾ അതിന് പുറത്തെ ഒരു പോലീസ് സ്റ്റേഷൻ പണിയാൻ പറ്റത്തുള്ളൂ. അതിന് പുറത്തൊരു പോലീസ് സ്റ്റേഷൻ പണിയുന്നത് കൊണ്ട് എന്തെങ്കിലും സുരക്ഷാപരമായ പ്രയോജനം മുല്ലപ്പെരിയാർ ഡാമിന് ഉണ്ടാകുമോ എന്ന കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. അവിടെ ഒരു 30 അല്ല 40 പോലീസിനപ്പുറത്ത് പോലീസിൻ്റെ ആവശ്യവും അവിടെ ഇല്ല. ഈ ഒരു വർഷത്തിൽ 1-2 കേസ് രജിസ്റ്റർ ചെയ്യുന്നതിനായിട്ട് പ്രത്യേകിച്ച് ഒരു പോലീസ് സ്റ്റേഷൻ്റെ ആവശ്യമില്ല. എന്തായാലും ശരി, പോലീസ് സ്റ്റേഷൻ പണിയാതിരിക്കുകയോ ചെയ്യട്ടെ. ഞാനിവിടെ ഉന്നയിച്ച വിഷയം ഒരു സർക്കാർ സംവിധാനത്തിൻ്റെ ഒരു ഏജൻസിക്ക്, സർക്കാരിൻ്റെ തന്നെ മറ്റൊരു ഏജൻസിക്കെതിരെ പോലീസ് പ്രൊട്ടക്ഷൻ നൽകി കെട്ടിട നിർമ്മാണം നടത്തുന്നത് അഭികാമ്യമാണോ എന്ന വിഷയമാണ്. നന്ദി, നമസ്കാരം. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.